കൊറേ നാള് കഴിഞ്ഞു എന്ന് ഞാൻ പറയൂല. ലൈക്ക് ലാസ്റ്റ് മെയ് ആണ് ഞങ്ങൾ മൊറോക്കോ പോയത്. അപ്പോ അഗെയിൻ വി ആർ ഇൻ ദി എയർപോർട്ട്. സോ യു ക്യാൻ ഗെസ് വി ആർ ഗോയിങ് ഫോർ ട്രിപ്പ്. ബേസിക്കലി തമിഴ്നാട്ടിൽ കണ്ടു കാണും, ബട്ട് സ്റ്റിൽ ഞങ്ങള് മോണ്ടിനീഗ്രോ പോകുന്നു. ഇല്ല, എനിക്ക് പൈസ നമ്മൾ ചെലവാക്കുന്നു, അത് വേറെ. സോ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഓൾറെഡി രാവിലെ 4 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം രാവിലെയുള്ള അവിടെ വീട്ടിൽ നിന്ന് എടുക്കാനുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ സത്യം പറഞ്ഞ ഉറക്കത്തിലായിരുന്നു. പിന്നെ റെഡിയായി ഞങ്ങൾ വന്നു. സെക്യൂരിറ്റി കഴിഞ്ഞത് ഇവിടെ വന്നിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 1.5 hour വെയിറ്റ് ചെയ്യണം. 7:50 ഫ്ലൈറ്റ്. സോ അവിടെ പോയി എന്താണ് പരിപാടി എന്നൊക്കെ നോക്കണം. കുറേ കാര്യങ്ങൾ എല്ലാം മാക്സിമം പ്ലാൻ ചെയ്തു, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ബട്ട് നല്ല രീതിയിൽ പോകുന്നു വിചാരിക്കുന്നു. പീസ് ഔട്ട്. ട്രഡീഷനാണ് ചായവാലയിൽ വന്നിപ്പോൾ കോഫി മേടിച്ച് കുടിക്കുക എന്നുള്ളത്. ഞാൻ നോർമലി കോഫി കുടിക്കാറില്ല. സോ ഇവിടെ പിന്നെ ഞങ്ങൾ ആലു പറാട്ട മേടിച്ചു. അയ്യോ കണ്ടില്ല. Chicken tikka paste. Voilà. വ്യൂ കാണിച്ചു തരട്ടെ. ഇവിടുത്തെ ലോകത്തുള്ള എല്ലാവരും മോണ്ടിനീഗ്രോയില് വെക്കേഷൻ ആഘോഷിക്കാൻ വന്നു എന്ന് തോന്നുന്നു. ഇറ്റ്സ് ലൈക്ക് ഇഷ്ടം പോലെ തന്നെ സാഗർ. ഞാകത്ത് കയറുമ്പോ അറിയാം സെക്യൂരിറ്റിക്കകത്ത് എങ്ങനെയാണെന്ന്. ഞങ്ങളെവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടുന്ന് എന്തായാലും എല്ലാം എയർപോർട്ട് ട്രാൻസ്ഫേഴ്സേ ഉള്ളൂ. ലൈക്ക് ക്യാബ് തന്നെ പിടിക്കണം. സോ ഞങ്ങള് ആദ്യം പോയി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അറൗണ്ട് 70 euros ആവുമെന്ന്. ഞങ്ങളോട് 35 എന്നൊക്കെയാ പറഞ്ഞത്, 35 മിനിമം. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നപ്പം വേറൊരു മനുഷ്യൻ വന്ന് ചോദിച്ചു 40 എന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കാണ് റോഡ്സ് ഒക്കെ, അപ്പം അത്രയാവുമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇയാള് പറഞ്ഞ് 30-40 രൂപ. Take a photo. ഞങ്ങളെത്തി. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. പക്ഷെ നമുക്ക് 3 മണിക്കാണ് ചെക്ക് ഇൻ. പക്ഷെ ബാഗൊക്കെ ഇവിടെ വച്ചിട്ട് പോവാന്ന് പറഞ്ഞു അയാള്. സോ ഞങ്ങള് ബാഗ് ഇവിടെ വച്ചിട്ട് ഒരു
ടാക്സ് കൊടുക്കണം. നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം. മോണ്ടിനെഗ്രോ ഇവിടെ ചുറ്റാനായിട്ട് ഓൾഡ് ടൗണിലൊക്കെ ഒരു ടാക്സ് പേ ചെയ്യണം. അപ്പം നമ്മളിവിടെ ഏതൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയി അത് ചെയ്തിട്ട് വേണം 24 hours നമ്മൾ 24 hours ചെയ്യണം അത്. അപ്പോൾ അതിന് വേണ്ടി ഇനിയിപ്പോൾ ബാഗ് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ 3 o'clock വന്ന് ചെക്ക് ഇൻ ചെയ്യാനാണ് പ്ലാൻ. സോ ലെറ്റ്സ് സീ. ആദ്യമായിട്ട് അവരിറക്കി വിട്ടാ തന്നെ. അല്ല ഞാൻ വിചാരിച്ചില്ല അത് അവരുടെ അമ്മയും അച്ഛനും. ഞാനും വിചാരിച്ചില്ല. ഞങ്ങള് അവിടെ പോയി. അപ്പം ഹോസ്റ്റിന്റെ അവിടെ 2 പേര് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒരു 50 minutes ആവും. അപ്പൊ അത് കഴിഞ്ഞ് ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. 3 o'clock അല്ലേ. അപ്പോൾ അവര് പറഞ്ഞു 15 minutes കഴിഞ്ഞ് അത് ആ ഹോസ്റ്റിന്റെ അമ്മയും അച്ഛനും ആണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്തോണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വന്നിറങ്ങി. ഇപ്പൊ ഫുഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തിയും മുട്ടുപുജിയും ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പൊ അതുകൊണ്ട് നീങ്ങിയിരിക്കും ചക്കര അപ്പം കഴിച്ചിട്ട് ഞങ്ങൾ ഓൾഡ് ടൗൺ പോയി ടാക്സി അടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ചെക്ക് ഇൻ ചെയ്യാനാണ് പ്ലാൻ. നോക്കാം. ശരി. ഇവിടെ എന്തൊക്കെ ഇത് വാഷ്റൂം, പിന്നെ ഇവിടെയും 2 വാഷ്റൂം ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ കുറെ ലൈറ്റ്സ് ഉണ്ടെന്ന് അവര് പറഞ്ഞു. I can see like പിന്നെ ഇത് കിച്ചൺ, നൈസ് കിച്ചൺ. Then there is our TV. ഇത് പിന്നെ ഞങ്ങളുടെ ബാൽക്കണി with all the cute views and ഇതൊരു റൂം. സ്ലൈഡിംഗ് ഡോർ എന്തൊക്കെ വേണം. ഇന്നും നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനായിട്ട് ഇതുണ്ട്. ഇവിടെ എന്തുവാ? യൂട്ടിലിറ്റി റൂം. ദാറ്റ്സ് നൈസ്. ഐ ഗെസ് കിഡ്സ് ബെഡ്റൂം ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാതെ. ആൻഡ് ഇവിടെ നൈസ് ഒരു ബെഡ് വിത്ത് വിൻഡോ. ാണ് ഞങ്ങളുടെ Airbnb. മോണ്ടിനെഗ്രോ Airbnb ഞങ്ങളുടെ ഇവിടെ 3 days ഉണ്ട്. സോ ഞങ്ങള് റെഡിയായി ഇറങ്ങി. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടെന്ന്. അപ്പൊ അതിനോട്ട് പോവാനായിട്ട് വന്നു. ഫുഡ് കഴിച്ചു. കുറെ നേരം ഇരുന്ന് TV കണ്ടു. കാരണം പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് ഞങ്ങള് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഇവിടുന്ന് അറൗണ്ട് ഒരു 30 minutes നടക്കാനുണ്ട്. പുറത്ത് അതുപോലെ വെയിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ എന്തായാലും ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ചു. സോ യാ. മോണ്ടി ഇത് വന്നിട്ട് ഫോറസ്റ്റ് ഫയർ പോലെ ബുഷ് ഫയർ പോലെ ആ പുക പോകുന്നില്ല ഇത് അവിടെയൊക്കെ. അത് വന്നിട്ട് അങ്ങനെ ബുഷ് ഫയർ ആയിക്കൊണ്ടിരിക്കുകയാവുന്നു. ലൈക്ക് കോട്ടോൺ മുനിസിപ്പാലിറ്റിയിൽ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു നാച്ചുറൽ ഫയർ പോലെ കാണുന്ന ഫോറസ്റ്റ് ഫയർ പോലെ ബുഷ് ഫയർ പോലെ ഇറങ്ങി ഞങ്ങൾ നടക്കുവാണ്. ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പൂവൊക്കെ വെച്ചിട്ട് വന്നു. പോവാതിരുന്ന കൊള്ളാം. നല്ല വെയിൽ. ആക്ച്വലി ഭയങ്കരമായിട്ട് വെയില്. ടാൻ അടിച്ച് പണ്ടാരം അടങ്ങും തിരിച്ചെത്തുമ്പോ. സോ ഐ എം തിങ്കിങ് ദാറ്റ് ഓൺലി.
ഇനി ഒരു 20 minutes നടക്കാനുണ്ട് ഇവിടെ നിന്ന്. അപ്പോഴേ നമ്മൾ ആ ഒരു സിറ്റി പോലെ, സിറ്റി അല്ല ടൗണിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിത് നടക്കുക. അവര് ഇതേ പോകുന്ന ഇവിടെയൊക്കെ ഫുള്ള് സൈഡില് മാതള നാരങ്ങ ഇങ്ങനെ പൂത്ത് നിൽക്കുക കേട്ടോ. ഇവിടെ ഒലിവ്സ് ഞാൻ കണ്ടു, മുന്തിരിങ്ങ കണ്ടു. മാതള നാരങ്ങയല്ല, മാതളങ്ങ. അപ്പൊ മാതളം. നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ്. എത്തിയില്ല ഇതുവരെ. ഭയങ്കര ചൂട്. ഭയങ്കര ചൂട് മീൻസ് ഭയങ്കര ചൂട്. എവിടെ? ഓ യാ ജലാശയം. ഫൈനലി ഞങ്ങൾ എത്തി. ഇതാണ് സംഭവം. പാസ്പോർട്ട് ഇല്ല ആണല്ലേ. ഇതാണോ പാവം കേട്ടോ നീ. ഞാനിവിടെ നീ മാപ്പ് അടിച്ചു മാറ്റി. അവള് പറഞ്ഞു ഈ മാപ്പ് അടിച്ചു മാറ്റി. ഞങ്ങള് ഐസ്ക്രീം മേടിക്കാൻ വന്നു. ചോക്ലേറ്റും നല്ല പൈസ. ഞങ്ങൾക്ക് ഡേ ആഫ്റ്റർ ടുമോറോ ഒരു ടൂർ ഉണ്ട്. അപ്പോൾ അതിനിവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഈ സ്ഥലം. ഇപ്പൊ തിരിച്ചു പോവാ. ബീച്ച് ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പൊ അവിടെ പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയാവുന്ന്. ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോ ഒരു സംഭവം കണ്ടു. കാണിക്കാൻ ഉദ്ദേശം ഇറ്റ്സ് എ ക്രൂസ് ഷിപ്പ്. സോ ഇന്നറ്റം മുതൽ അങ്ങറ്റം വരെ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ. ക്യാൻ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ ദേർ. ബട്ട് യാ ക്രൂസ് പോവാണ് ആക്ച്വലി ഇവിടെ നിന്ന്. അപ്പൊ ഞങ്ങളിത് കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഇത്രയും വലിയ കപ്പൽ നീങ്ങി പോകുന്നതെന്ന്. ലെറ്റ്സ് സീ. ഞങ്ങള് കപ്പലൊക്കെ പോയത് കണ്ടു. ബസ് കയറിയിടും. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇപ്പുറത്തോട്ട് എത്തി. ഒന്ന് ഇവിടെ അടുത്ത് കടലുണ്ടല്ലോ. അപ്പൊ കടലൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇനി സമയമുണ്ട്. ബട്ട് വാട്ട് ഇഫ് ടൈം കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ വെയിലത്താണെങ്കിൽ പോയിട്ട് നമ്മൾ കടൽ കാണാൻ പോകും. ഷോ യു ദ വ്യൂ. അവിടെ പോയിട്ട് കാണിച്ചു തരാം ബാക്കി. ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കണേ നിങ്ങള്. മല, വെള്ളം, ഇത് നീല കളർ വെള്ളം. അസാധ്യ വെയില്. അവിടെ നിൽക്കാൻ അധികം പറ്റിയില്ല. സോ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് പിക്സ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ചു പോന്നു. മേ ബി സൺസെറ്റ് ഒക്കെ ആവുന്ന സമയത്ത് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം വരാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം ഇനി നാളെയും മറ്റന്നാളും ലൈക്ക് ലോങ് ഡേയ്സ് ആണ്. അപ്പോൾ വി ഡോണ്ട് വോണ്ട് ടു ലൈക്ക് ഡ്രെയിൻ അവർസെൽസ് കംപ്ലീറ്റ്ലി. അപ്പം അതുകൊണ്ട് തിരിച്ചു പോവാണ്. ഗ്രോസറി മേടിക്കണം ആക്ച്വലി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കുറച്ച്. സോ അത് മേടിച്ച് അങ്ങനെ അങ്ങ് പോവാനാണ് പ്ലാൻ. ലെറ്റ്സ് സീ. ഞങ്ങൾ നടന്ന്
ഒരു ഗ്രോസറി കുറച്ച് മേടിക്കണമായിരുന്നു. അപ്പം ഗ്രോസറി ഷോപ്പിലെത്തി. ഇവിടുത്തെ വ്യൂ ഉണ്ട്, ഗ്രോസറി ഷോപ്പിനും വ്യൂ. എന്ത് ചെയ്യാനാണ്? നല്ല ബെറ്റ് മച്ചാ മതിയായിരുന്നു. മേടിക്കാൻ മാംഗോ ജ്യൂസ് എല്ലാം മേടിക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. തക്കാളി എടുക്കണം എനിക്ക്. സ്റ്റാൻഡ് പോവാൻ ഡ്രസ് നോക്കി. നല്ല സാധനങ്ങളുണ്ട്, അതിന് വേണമെങ്കിലും മേടിക്കാം. നമ്മൾ പുറത്തുനിന്ന് എത്ര കുറച്ച് കഴിക്കുന്നോ ഇവിടുത്തെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യണം. ബട്ട് പുറത്തുനിന്ന് കുറച്ച് സ്നാക്സ് ഐറ്റം അങ്ങനെയൊക്കെ ഉള്ള കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മേടിക്കും ഞങ്ങള്. ഹാപ്പി ട്രാവലറാണ് ഗ്രോസറി കണ്ടുപിടിക്കുന്നത്. സോസേജ് ആൻഡ് മാഗി ഇന്നത്തെ ഡിന്നർ അതാണ്. അതും പ്രിപ്പയർ ആയി കഴിഞ്ഞു. ചക്കരയാണെന്ന് ഡിന്നർ ഉണ്ടാക്കിയത്. ലൈറ്റ്സ് ഇതായി കഴിഞ്ഞിട്ട് കഴിക്കണം. Excuse me, you forgot my barbecue bacon cheeseburger. You can't do that. Not only is it a violation of California state law, it applies directly to the cheesecake factory policy. Yeah, no, there's a new policy. No shoes, no shirt, no shelter. And then we can sell that sign all over Pasadena. മാഗി കാൺ ഗോ റൗണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി കിടന്ന് ഉറങ്ങുവാണ്. സോ നാളെ കാണാം. നാളെ ഇനി രാവിലെ 9 o'clock 7 o'clock സ്റ്റാർട്ട് ചെയ്യണം. ഐ മീൻ അവിടെ എത്തണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30 5:45 കഴിഞ്ഞിട്ട് ഒരു 6:30 ലൈക്ക് 6:20 6:30 ഇറങ്ങിയാൽ ഇവിടെ നിന്ന് 30 minutes നടക്കാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് അങ്ങനെ റെഡിയായി പോകാന്നുള്ള പ്ലാനില്ല. അപ്പം ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. എനിക്ക് തോന്നുന്നു സമയം ഇപ്പോൾ 8:30 അപ്പോൾ മേ ബി ഒരു 9 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ 11 12 1 2 3 4 5 8 hours കിട്ടും. കാരണം നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ഇത്രയും ഉറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ നല്ല ടയേർഡായിപ്പോയി. സോ അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം.